ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെയും ഒരു ബേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ബേക്ക് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. പക്ഷേ ഇന്ന് ഞാൻ ചേച്ചിയുടെ വീട്ടിലാണ്. അപ്പം ചേച്ചി എന്നോട് പറഞ്ഞു നിനക്ക് കേക്ക് ഉണ്ടാക്കി പഠിപ്പിച്ചു തരാമെന്ന്. അങ്ങനെ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ചേച്ചി എക്സ്പേർട്ടാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ കയ്യിൽ എല്ലാ ടൂൾസും ബീറ്ററും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് എൻ്റെ രണ്ടാമത്തെ കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. ഫ്ലോർ ഉണ്ട്, ഷുഗർ, കോൺഫ്ലോർ ഉണ്ട്, ബേക്കിംഗ് പൗഡർ ഉണ്ട്, വാനില എസെൻസ് ഉണ്ട്, പിന്നെ മുട്ടയുണ്ട്. നമുക്ക് ആദ്യം ഉണ്ടാവാതിരുന്ന ബീറ്ററുണ്ട്, ബൗളും ബാക്കി ടൂൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ചേട്ടൻ ഇവിടെ വെട്ടണുണ്ട്. ചേട്ടൻ നമ്മൾ ഏത് ഫ്ലേവർ കേക്കാണ് ഉണ്ടാക്കുന്നത്? ബട്ടർസ്കോച്ച്. ഐസിംഗ് ഒക്കെ ചെയ്ത് കേക്ക് വെച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പം അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ് കേക്ക്. ഞങ്ങൾ ഇന്നലെ നൈറ്റാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു 11 o'clock ഒക്കെ ആയി. വളരെ ലേറ്റായിട്ടാണ് കേക്ക് ഉണ്ടാക്കിയത്. നമ്മൾ വിചാരിച്ചു ഡെക്കറേഷനൊക്കെ പിറ്റേ ദിവസം രാവിലെ ചെയ്യാമെന്ന്. അങ്ങനെ നമ്മൾ ഇത്രയും നേരം ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു കേക്ക്. ഇപ്പം നമ്മൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി പോവാണ്. കേക്ക് നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് നല്ല വെയിലൊക്കെ ഉണ്ട്. ഈ ബട്ടർസ്കോച്ച് കേക്ക് കുറച്ചും കൂടി ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കേക്കാണ്. പക്ഷേ അത് ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു നല്ല റോസ് കണ്ടത്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ, നല്ല ഫ്രഷ് റോസ് ഇരിക്കുന്നുണ്ടോ? നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെയും കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് നമുക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്താലോ എന്നൊരു ഐഡിയ ഇങ്ങനെ വരുന്നത്. ചിലപ്പോൾ നമ്മളിത് വെച്ചായിരിക്കും ഡെക്കറേറ്റ് ചെയ്യുക കേക്ക്. നല്ല ഭംഗിയിലിരിപ്പുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോയിലേക്ക് പോകാം. അയ്യോ, ഐസിംഗ് ഒക്കെ അടിപൊളി. കേക്കിൻ്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. നമ്മൾ ഉണ്ടാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പല ഫ്ലേവേഴ്സിലും പല ഷേപ്പിലും ഉണ്ടാക്കാൻ തോന്നിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ ഈ കേക്കിൻ്റെ ക്രെഡിറ്റ്സ് മുഴുവൻ ചേച്ചിക്കാണ് കേട്ടോ. എന്നെ ചേച്ചി പഠിപ്പിച്ച് തന്ന ചേച്ചി തന്നെ ഉണ്ടാക്കിയൊരു കേക്കാണ്. ഞാനും ഹെൽപ്പ് ചെയ്തു. പിന്നെ ഞങ്ങളാണ് കേക്ക് മുറിക്കുന്നത്. എനിക്ക് ചൂച്ചുവിനാണ് കേക്ക് ഫസ്റ്റ് കട്ട് ചെയ്യാനുള്ള അവസരം കിട്ടിയത്. അങ്ങനെ ചൂച്ചുവിന് ചൂച്ചു ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ കഴിച്ചു നോക്കുകയാണ്. ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നു. ഭയങ്കര സോഫ്റ്റുള്ള കേക്കായിരുന്നു. പിന്നെ നട്ട്സൊക്കെ നല്ല ക്രഞ്ചി ആയിരുന്നു. പിന്നെ ചേട്ടൻ വന്നപ്പം ചേട്ടനെ കൊണ്ട് നമ്മൾ ട്രൈ ചെയ്യിപ്പിച്ചു. അപ്പോഴും ചൂച്ചു അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചൂച്ചു രണ്ടാമത് ചേട്ടൻ്റെ കൂടെ കേക്ക് കട്ട് ചെയ്തു. ചേട്ടനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതൊരു മോട്ടിവേഷനായിട്ട് എടുത്തിട്ട് കേക്കിൻ്റെ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നതാണ്. മൂന്നാമത് കട്ട് ചെയ്തത് സോനുവും ചോദിച്ചും കൂടിയിട്ടാണ്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് കേക്ക്. അപ്പോൾ നമ്മുടെ ഫൈനൽ കേക്കിൻ്റെ ലുക്ക് ഇതുപോലെയായിരുന്നു. ഞാൻ കുറച്ച് ഫോട്ടോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബായ്.